പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തോടും സ്വഹാബത്തിനോടും വഹാബികൾ ചെയ്ത ക്രൂരതയുടെ നേർചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. AD 1926 വഹാബി പ്രസ്ഥാനം ജന്നത്തുൽ ബഖീയിലെ അഹ്ലുബൈത്തിന്റെ മക്ബറകളുടെ കുബ്ബകൾ തകർത്ത് തരിപ്പണമാക്കി. പരിശുദ്ധ മദീനയിലെ ജന്നത്തുൽ ബഖീയിലെ പ്രവാചക കുടുംബത്തിൻ്റെയും ഇതര സ്വഹാബികളുടെയും മക്ബറകളുടെ ഒരു അപൂർവ ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ചിത്രത്തിൽ രേഖപ്പെടുത്തിയ നമ്പറുകൾ ശ്രദ്ധിക്കുക. 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം, ആ ചിത്രം വലിയൊരു മക്ബറയാണ്. ആ മക്ബറക്കുള്ളിൽ ഉണ്ടായിരുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെയും പേരമക്കളുടെയും ഖബറുകളായിരുന്നു. 1 ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ബാക്കിർ ബിൻ അലി റളിയല്ലാഹു അൻഹു, ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. ഈ മനോഹരമായ താഴികക്കുടമുള്ള ഈ മക്ബറക്കുള്ളിൽ ഇത്രയും മഹാന്മാരായ ആളുകളുടെ മക്ബറകൾ ഉണ്ടായിരുന്നു. ഇത് വഹാബികൾ പൊളിച്ച് തരിപ്പണമാക്കി. ചിത്രത്തിൽ 2 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കളുടെ ഖബറുകളായിരുന്നു ഈ മക്ബറക്കുള്ളിൽ ഉണ്ടായിരുന്നത്. 1 മഹദിയായ സൈനബ് ബീവി റളിയല്ലാഹു തആല അൻഹ, റുഖയ്യ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. ഈ 3 മഹദികളുടെ ഖബറുകളായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതും വഹാബികൾ പൊളിച്ച് തരിപ്പണമാക്കി. ചിത്രത്തിൽ 3 എന്ന് രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കുക. അതിന് താഴെയുള്ള മക്ബറ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹ, ഈ 2 ഭാര്യമാർ ഒഴികെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ മക്ബറകളായിരുന്നു, ഖബറുകളായിരുന്നു. ചിത്രത്തിൽ 4 എന്ന് രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കുക. ഇത് ബനു ഹാഷിം, ഹാഷിം എന്നവരുടെ മക്കളുടെ ഖബറുകളാണ്. അഖീൽ ബിൻ അബി ത്വാലിബ്, അബ്ദുല്ലാഹി ബിൻ ജഅഫർ ബിൻ അബി ത്വാലിബ്, അബൂ സുഫിയാൻ ബിൻ ഹാരിസ് ബിൻ അബി ത്വാലിബ് തുടങ്ങിയവരുടെ ഖബറുകളാണ് അതിലുണ്ടായിരുന്നത്. അതും വഹാബികൾ പൊളിച്ച് തരിപ്പണമാക്കി. 5 എന്ന് നമ്പർ ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആ നമ്പറിന് താഴെയുള്ള ആ കുബ്ബ, അതിനുള്ളിൽ ഉണ്ടായിരുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു എന്നവരുടെയും നിരവധി സ്വഹാബത്തിൻ്റെയും മക്ബറകളായിരുന്നു. ഇബ്രാഹിം എന്ന മകനെ കൂടാതെ സയ്യിദുന ഉസ്മാൻ ബിൻ മൽഊൻ എന്നവരുടെ ഖബർ, സയ്യിദത്തുന ഫാത്തിമ ബിൻത് അസദിൻ്റെ ഖബർ, സയ്യിദുന സഅദ് ബിൻ അബി വഖാസ് എന്നവരുടെ ഖബർ, സയ്യിദുന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, സയ്യിദുന അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, സയ്യിദുന ഖുനൈസ് ബിൻ ഖുദാഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, സയ്യിദുന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ. ഇവരുടെ ഖബറായിരുന്നു 5 എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന ആ കുബ്ബക്ക് ഉള്ളിലുണ്ടായിരുന്നത്. ആ കുബ്ബയും ആ എടുപ്പുകളും വഹാബികൾ തകർത്ത് തരിപ്പണമാക്കി. 6-മത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അവരുടെ ഷേഖ് ഇമാം നാഫിയ റളിയല്ലാഹു അൻഹു എന്നിവരുടെ മക്ബറകളാണ്. 6 എന്ന് നമ്പർ ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതും വഹാബികൾ തകർത്ത് കളഞ്ഞ മക്ബറകളിൽ ഒന്നാണ്. 7 ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ. 7 എന്ന് നമ്പർ ഇട്ടിരിക്കുന്നത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയായിരുന്നു. 8, 9 2 നമ്പറുകൾ ശ്രദ്ധിക്കുക. 2 പ്രഗൽഭ സ്വഹാബിമാരുടെ മക്ബറയാണത്. ആരാണത്? സയ്യിദുന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വസയ്യിദുന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 2 സ്വഹാബികളുടെ മക്ബറയായിരുന്നു അത്. ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, നീണ്ട 1300 വർഷത്തോളം ഒരു കോട്ടവും സംഭവിക്കാതെ മുസ്ലിം ലോകവും പണ്ഡിതന്മാരും നിരാക്ഷേപം അംഗീകരിക്കുകയും സിയാറത്ത് ചെയ്ത് നിലനിർത്തിയിരുന്ന മക്ബറകളായിരുന്നു ഇത്. മഹാപണ്ഡിതന്മാർ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞുപോയ നൂറ്റാണ്ട് കാലങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാർ, ലോകപ്രശസ്തരായവർ, ലോകം അംഗീകരിച്ചവർ, പണ്ഡിതന്മാർ അത് സിയാറത്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കല്ലിളക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല, അവർ ഫത്വ പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ കേവലം 100 വർഷങ്ങൾക്കപ്പുറമാണ് അധികാരത്തിൻ്റെ തിണ്ണബലം കൊണ്ട് വഹാബികൾ ഈ ഖബറുകളെല്ലാം, ഈ മക്ബറകളെല്ലാം പൊളിച്ചു കളഞ്ഞത്. ഇതൊന്നും അറിയാതെ ഗൾഫിൽ പോയി അവിടെ കേരളത്തിലെ പോലെ മക്ബറയില്ല, നേർച്ചയില്ല, അതുകൊണ്ട് ഞാൻ മുജാഹിദായി എന്ന് പറയുന്ന വിവരദോഷികളായ പല ആളുകളും നമുക്കിടയിൽ കാണാൻ സാധിക്കും. അവരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കേവലം 100 വർഷങ്ങൾക്കപ്പുറത്ത് വലിയ മക്ബറകളായിരുന്നു
വലിയ ഖബറുകളായിരുന്നു, കെട്ടിപ്പൊക്കിയ എടുപ്പുകളായിരുന്നു, കുബ്ബകളായിരുന്നു മദീനയിലും മക്കയിലും ഒക്കെ ഉണ്ടായിരുന്നത്. വഹാബികൾ അത് തകർത്ത് കളഞ്ഞതാണ് എന്നവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർവ്വകാല മക്ക ആ പ്രതാപത്തിലേക്ക്, മഹാന്മാരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന, മക്ക കണ്ടാൽ മഹാന്മാരെ ഓർമ്മ വരുന്ന ആസാറുകൾ നിലനിർത്തുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പഴയകാല മക്കയെയും മദീനയിലെയും നമ്മിലേക്ക് മടക്കി കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.